ഹായ് ഹലോ. ഞാനിന്ന് ക്യാരറ്റ് ഉപ്പേരിയായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ക്യാരറ്റ് ഇതുപോലെ ഒന്ന് മേലത്തെ തൊലിയെല്ലാം ഒന്ന് പോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിടുക. ഞാൻ മിക്സിയിലാണ് മുറിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലാകുമ്പോൾ ഒരു മിനിറ്റേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതില്ലാത്തവർ, ഇങ്ങനത്തെ മിക്സി ഇല്ലാത്തവർ മറ്റേ സാധാരണ വേറൊരു ചോപ്പറില്ല അതുമേലെ മുറിച്ചെടുക്കുക. അപ്പോൾ ഇന്നലെ ആരോ ഒന്നൊരു കമൻറ്റ് ഇട്ടിക്കതിന്, പിന്നെ എന്താണ് മൂപ്പൻ അജ്നാസ് എന്ന് പറഞ്ഞ മുതിരക്കറി ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. പക്ഷെ എനിക്ക് മുതിരക്കറി കിട്ടിയില്ല. ഞാൻ അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുതിര കിട്ടിയാൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്നലെ ഒരു മിനിറ്റേ ഉള്ളൂ കേട്ടോ, സമയം വേണ്ടു കട്ട് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല മൊഞ്ചുണ്ടാവും കേട്ടോ ഈ മേലിങ്ങനെ മുറിച്ചാൽ. പാത്രം ചൂടാവുന്നുണ്ട് കേട്ടോ. എന്തൊരു മൊഞ്ചാ കാണുവേ. അപ്പോൾ ഇതാ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് ചൂടാവുമ്പോൾ ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ 2 അതും മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിലും അങ്ങനെയൊന്നും കുറേ സാധനങ്ങളൊന്നും ഇടുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സൊന്ന് നന്നാക്കിയാൽ ഫുഡ് അടിപൊളിയായിരിക്കും കേട്ടോ. ആരോട് ദേഷ്യമൊന്നും പിടിക്കാണ്ട് നമ്മൾ ഉണ്ടാക്കുക, നല്ല അടിപൊളിയായിരിക്കും ഫുഡ്. അപ്പോൾ ഇതാ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക മുറിച്ച് വെച്ച്, എന്നിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ചിലവരുണ്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഒന്നാടെ മൂടി വെച്ച് എന്നിട്ട് ചെറിയ തീയാക്കി അങ്ങ് പോയി ഇങ്ങ് പോയി അങ്ങനെയെല്ലാം വെക്കുമ്പോൾ നമ്മളെ ഫുഡിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ക്യാരറ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്ത്, പിന്നെ കുറച്ച് തേങ്ങയും 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി. അത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇവിടെ കറിവേപ്പില ഇല്ല, ഇവിടെ കിട്ടാൻ കുറച്ച് പണി. അതുകൊണ്ട് കറിവേപ്പില ഇട്ടാൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പോൾ അതൊന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പം ഇത്രേ പണിയുള്ളൂ. ക്യാരറ്റെല്ലാം ഉപ്പേരിയൊക്കെ നമ്മൾ വിചാരിക്കും ഭയങ്കര പണിയാന്ന് വിചാരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കുക. നമുക്ക് നല്ല സൗന്ദര്യം വെക്കും. പിന്നെ നല്ല മുഖമെല്ലാം ക്യാരറ്റ് പോലെ തന്നെ തുടുത്ത് നിൽക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കി കഴിക്കുക. ഇതെന്താ ക്യാരറ്റിൻ്റെ മൊഞ്ചണ്ട. പിന്നെ നല്ല നിറം വെക്കും കേട്ടോ ക്യാരറ്റ്. കണ്ണിന് നല്ല കാഴ്ച ഉണ്ടാവും. ഇങ്ങനെയെല്ലാം ഉണ്ടാവും ക്യാരറ്റ് ഉപ്പേരി കഴിച്ചാൽ. അപ്പോൾ ക്യാരറ്റ് ഉപ്പേരി റെഡിയായി. അപ്പോൾ ചാനൽ കണ്ടിട്ട് ഇത് എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. പിന്നെ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തോല് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറന്നോർത്ത് കേട്ടോ. പിന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരും. മുതിരക്കറി എന്തായാലും ഉണ്ടാക്കും, അതും എല്ലാവരും കാണണം. മുതിരക്കറി എന്ന് വെച്ചാൽ കുറ്റ്യാടി സ്പെഷ്യലാണ് മുതിര. അപ്പോൾ പിന്നെ കുറച്ച് ഇത്രയൊന്നും സമയമില്ല കേട്ടോ ക്യാരറ്റ് ഉപ്പേരിക്ക്. ഇതെന്നോട് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ടാണ് കുറച്ച് സമയം. പിന്നെ എനിക്ക് കുറച്ചുങ്ങളോട് കിസ്സയും പറയാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ടാറ്റാ, ബൈ.